ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഓഫ് കസാക്കിസ്ഥാനാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് പോകാൻ ഇറങ്ങിയത് 8 മണിക്കാണ്. ഫുഡ് തപ്പി ഞങ്ങളൊരു വഴിയായി. ലാസ്റ്റ് നമ്മളൊരു മാർട്ടിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടാണ് പോയത്. നമ്മളത് വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഓറഞ്ചും ഫ്രണ്ട് ഷമാമൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. പോകുന്ന സമയത്ത് അടിപൊളി വ്യൂ, സ്നോ മൗണ്ടെയിൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സാധാ ഗ്രാസി മൗണ്ടെയിൻസും. നല്ല രസമുണ്ടായിരുന്നു കസാക്കിസ്ഥാനിലത്തെ വ്യൂ ഒക്കെ. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് എത്തിയ ഡെസ്റ്റിനേഷൻ കോക്തോബായിരുന്നു. കോക്തോബ് മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തല കുത്തി നിൽക്കുന്ന വീടൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എൻട്രി ഉണ്ട്. സംഭവം നമ്മളവിടേക്കല്ല പോയത്. അങ്ങനെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടെ ഒക്കെ നോക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരെ നമ്മൾ റോളർ കോസ്റ്റർ റൈഡിൽ കയറി. ഇത് മസ്റ്റ് വിസിറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കോക്തോബിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഇവിടെ അത്യാവശ്യം നല്ല ഹൈപ്പ് കിട്ടിയൊരു ഫുഡ് സ്പോട്ടിലേക്കാണ്, ദുബായ് മന്തി. അങ്ങനെ നമ്മളവിടെ പോയിട്ട് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ഒക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നൈറ്റ് ആകുമ്പോൾ നമ്മൾ സൈറാൻ ലേക്ക് പറഞ്ഞ ലേക്ക് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ലേക്കായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആയി നമ്മൾ നേരെ ഇനി നമ്മൾ നാട്ടിലോട്ട് പോവാണ്. ആ ഒരു കാത്തിരിപ്പിലാണ്. അപ്പോൾ നമുക്ക് 2:30 എങ്ങാനായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അത്യാവശ്യം 12 o'clock 12:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കസാക്കിസ്ഥാൻ അൽമാട്ടി എയർപോർട്ട് അത്യാവശ്യം നല്ല എയർപോർട്ടായിരുന്നു. നമ്മൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഫ്ലൈറ്റ് കയറുന്നുണ്ട്. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഇനി നേരെ മസ്കറ്റിലോട്ടാണ് പോകുന്ന. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ അടിപൊളി അറിയാം വ്യൂ ഒക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ 2 ദിവസം പോയ പോക്ക് എത്ര പെട്ടെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ മിസ് ചെയ്യും. അങ്ങനത്തെ മസ്കറ്റ് എത്തി. ആദ്യമായിട്ടാണ് ഈ മസ്കറ്റ് ഒമാൻ കാണുന്നത്. അപ്പോൾ ഒരു ത്രില്ലാണ്. എയർപോർട്ട് എത്തിയപ്പോൾ ഭയങ്കര വലിയ എയർപോർട്ട്. ഞാൻ ദുബായ് എയർപോർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയ എയർപോർട്ടായിട്ട് ആണ് എനിക്ക് ഒമാൻ എയർപോർട്ട് തോന്നിയത്. അങ്ങനത്തെ നേരെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നാട്ടിലത്തെ വ്ളോഗ് കണ്ട് വരും. എല്ലാവരോടും ബൈ.